മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ബേസിക് കമാൻഡുകളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് കമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെർവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരുമാറാൻ അറിയണം. വളരെ ബേസിക്കാണ്. ഒരു ഡയറക്ടറിക്കുള്ളിൽ കയറാൻ അറിയണം, ഒരു ഡയറക്ടറിക്കുള്ളിലെ കണ്ടൻസിനെ ലിസ്റ്റ് ചെയ്യാൻ അറിയണം, ഒരു ഫയൽ ഉണ്ടാക്കാൻ അറിയണം, ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ അറിയണം, അതേപോലെ തന്നെ ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ അറിയണം, ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ പഠിക്കണം. സാധാരണ ഇതേപോലെ ഇത്തരം ബേസിക് കമാൻഡുകളൊന്നും നമ്മൾ ഒരു സെക്ഷനായിട്ട് ചെയ്യാറില്ല. ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പ്രൊജക്റ്റൊക്കെ ചെയ്ത് താനേ വഴങ്ങി വരുന്ന കമാൻഡുകളാണ്. ഇതൊരു ബിഗിനർ കോഴ്സ് ആയതിൻ്റെ പേരിൽ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം തന്നെ സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, സ്ലൈഡ്. ആദ്യം തന്നെയാണ് ബേസിക് നാവിഗേഷൻ കമാൻഡുകളാണ് നമുക്കുള്ളത്. അതിലൊന്നാമത്തെ കമാൻഡാണ് LS എന്ന് പറയുന്ന കമാൻഡ്, ലിസ്റ്റ്. അതായത് ഒരു ഡയറക്ടറിക്കുള്ളിലെ കണ്ടൻസിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് LS എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്താണ് CD. ഒരു ഡയറക്ടറിക്കുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് CD കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് PWD, പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മുടെ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് PWD കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ്, ടച്ച് കമാൻഡ്. ഈ കമാൻഡ്, ടച്ച് കമാൻഡ് വെച്ചിട്ടാണ് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്താണ് MKDIR കമാൻഡ് വെച്ചിട്ടാണ് നമ്മളൊരു ഡയറക്ടറി ഉണ്ടാക്കുന്നത്. RM എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫയലിനെ റിമൂവ് ചെയ്യുന്നത്. CP കമാൻഡ് എന്ന് വെച്ചാണ് കോപ്പി എന്ന് അതിൻ്റെ അർത്ഥം. RM എന്ന് വെച്ചാൽ റിമൂവ്, CP എന്ന് വെച്ചാൽ കോപ്പി. കോപ്പി കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഡയറക്ടറിയെ കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ സ്ഥലത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നത് ഈ സെയിം കമാൻഡ് വെച്ചിട്ടാണ്. അടുത്താണ് MV, മൂവ് കമാൻഡ് എന്നാണ് അവർ പറയുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫയലിനെ റീനെയിം ചെയ്യുന്നത്. ഇനിയുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. CAT എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫയലിനുള്ളിലെ കണ്ടന്റ് കാണാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് CAT. ലെസ് കമാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ് കമാൻഡ് ഉണ്ട്. ഈ CATഉം ലെസ്സും ഫങ്ഷനാലിറ്റി ഒന്ന് തന്നെയാണ്, ഒരു ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് ഒരു ഫയലിനുള്ളിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹെഡ് കമാൻഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു ഫയലിൻ്റെ മുകളിലത്തെ 10 ലൈൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എൻ്റെ കമാൻഡ് ഇങ്ങനെ ആയിരിക്കും: head -n, അത് കഴിഞ്ഞിട്ട് 10, പിന്നെ ആ പർട്ടിക്കുലർ ഫയൽ നെയിം കൊടുക്കണം. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഞാനിതെല്ലാം ചെയ്ത് കാണിച്ചുതരാം. അതേപോലെ തന്നെ ടെയിലാണെങ്കിൽ അവസാനത്തെ ഒരു 10 ലൈൻസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ടെയിൽ ഉപയോഗിക്കുക. ടെയിൽ -10 എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുക. ടെയിൽ -n, then 10, then the particular ഫയൽ നെയിം. പിന്നെയാണ് മാൻ എന്ന് പറഞ്ഞത്, മാനുവൽ എന്ന് അർത്ഥം. അതായത് ഒരു കമാൻഡും എന്തിനു ഉപയോഗിക്കുന്നു നമുക്ക് എല്ലാം പഠിച്ചു വെക്കാതെ ഇമ്പോസിബിൾ ആണല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MKDIR തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്നതിന്. ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഒരു കമാൻഡിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാൻ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ലാബിലേക്ക് പോവാം. ഫസ്റ്റ് ഈ മൂന്നെണ്ണം നോക്കാം: LS, CD, PWD. ഓക്കെ, Ctrl+Shift+ അമർത്തി കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് വലുതാവും. ഫസ്റ്റ് കമാൻഡാണ് സുഡോസു. സുഡോസു കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റൂട്ട് യൂസർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് സുഡോസു കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് മനസ്സിലായി. ഈ ഫസ്റ്റ് സ്ലാഷ് എന്താ? ഈ ഫസ്റ്റ് സ്ലാഷാണ് റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഡയറക്ടറി അല്ലെങ്കിൽ സ്ലാഷ് ഡയറക്ടറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ലിനക്സ് ഫയൽ സിസ്റ്റം ഹയറാർക്കിയിലെ ഏറ്റവും ആദ്യത്തെ ഡയറക്ടറിയാണത്. ഈ ഡയറക്ടറിക്കുള്ളിലാണ് എല്ലാം ഉള്ളത്. ഈ ഡയറക്ടറിക്ക് പുറത്തൊന്നുമില്ല. ഈ ഡയറക്ടറിക്കുള്ളിൽ സ്ലാഷ് എന്ന് പറയുന്ന ഡയറക്ടറിക്കുള്ളിൽ ഹോമുണ്ട്, ഹോമിനുള്ളിൽ കാളിയുണ്ട്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഫസ്റ്റ് കമാൻഡാണ് LS. കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡയറക്ടറിക്കുള്ളിലെ കണ്ടൻസിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് LS കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കാളി എന്ന് പറയുന്ന ഡയറക്ടറിക്കുള്ളിൽ ഇത്രയും കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിലുള്ള കമാൻഡാണ് LS -L എന്ന് പറഞ്ഞ കമാൻഡ്. LS -L. ഇപ്പോൾ കുറച്ച്
ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ഡയറക്ടറിയെയും ഫയലിനെയൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് കണ്ടോ, ഈ ഡി കണ്ടോ, ഈ ഏറ്റവും ആദ്യം ഡി ഉണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ഡയറക്ടറി ആണെന്നാണ്. അതേസമയം ആദ്യം ഒരു ഹൈഫൺ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫയൽ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഈ കാണുന്നതാണ് എൻ്റെ പെർമിഷൻസ്. റൂട്ട്, യൂസർ, ഗ്രൂപ്പ്, അതേഴ്സ് എന്ന് പറഞ്ഞ പെർമിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമ്മൾ അടുത്ത സെക്ഷനുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതാണ് ഇതിൻ്റെ പെർമിഷൻസ് അടങ്ങിയിരിക്കുന്ന കോളം. ഓക്കെ, ഏറ്റവും ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. ഡി ആണെങ്കിൽ ഡയറക്ടറി ആണ്, ഹൈഫൺ ആണെങ്കിൽ ഫയലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് യൂസർ, ഈ കാണുന്നതാണ് യൂസർ. ഈ റൂട്ട് കാളി എന്നൊക്കെ പറയുന്നത് യൂസറാണ്. ഈ റൂട്ട് കാളി എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത കോളം കണ്ടോ, ഇതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെമ്മറി യൂട്ടിലൈസേഷൻ. ഈ ഡിസംബർ 18, 13, 22 എന്ന് പറയുന്നതാണ് ഈ അനൂപ് എന്ന് പറയുന്ന ഡയറക്ടറിയെ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റ്. ഇതൊക്കെയാണ് LS-L എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഒരു കമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇതിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡയറക്ടറിയും ഫയലൊക്കെ ഉണ്ടാവും. അപ്പം അതും കൂടി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ LS-L എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കണം. ഓക്കെ, സോറി, LS-A എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കണം. LS-A എന്നുള്ള കമാൻഡ് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡോട്ട് ഇട്ട് വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ ഡോട്ട് ഇട്ടെല്ലാം ഹിഡൻ ഫയൽസ് ആണ്. ഈ ഡോട്ട് ക്യാഷ് ഇവിടെ കണ്ടോ. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഡോട്ട് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഇല്ല, പക്ഷെ അത് ഇവിടെ ഉണ്ട്. അത് ഹൈഡായി കിടക്കുമായിരുന്നു. LS-A എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചപ്പോൾ അത് വന്നു. അതേപോലെ തന്നെയാണ് ഈ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഫയലുകളും, ഇതെല്ലാം ഹിഡൻ ആയിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാനൊക്കെ ടൈപ്പ് ചെയ്യുന്നത് LS-LA എന്ന് പറഞ്ഞ കമാൻഡ് രണ്ടും ഒരുമിച്ചടിക്കും. അങ്ങനെ ആകുമ്പോൾ വലിയൊരു ലിസ്റ്റ് ഇട്ട് നമുക്ക് ഇതിൽ ഹിഡൻ ഫയൽസും ഉണ്ടാവും, എല്ലാത്തതും ഉണ്ടാവും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് LS എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത കമാൻഡ് എന്താണ്? അടുത്ത കമാൻഡ് എന്തായിരുന്നു? അടുത്ത കമാൻഡാണ് MKDIR എന്ന് പറയുന്ന കമാൻഡ്. ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണത്. MKDIR, സോറി, ഇവിടെ എന്താ കൊടുക്കുക, ചെയിൻ. LS അടിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കീ ചെയിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഡയറക്ടറിക്കുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് CD ഡയറക്ടറി നെയിം. നമുക്ക് എന്താ കീ ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറി കൊടുക്കുക. ഇതിനുള്ളിൽ കണ്ടന്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അത് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. LS-L അടിച്ച് നോക്കിയപ്പോൾ 2 ഹിഡൻ ഡയറക്ടറീസ് ഉണ്ട്. ഇതൊരു ഡയറക്ടറി ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്ന 2 ഡയറക്ടറികളാണ്. ഓക്കെ, ഇനിയുള്ള കമാൻഡാണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് കമാൻഡ്? PWD എന്ന് പറഞ്ഞത് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ വിൻഡോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മൈ കമ്പ്യൂട്ടർ എടുത്തു, ഡി എടുത്തു, ബൗണ്ടി എടുത്തു. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ദിസ് സ്പേസിക്കുള്ളിൽ ഡാറ്റ ഡിക്കുള്ളിൽ ബഗ് ബൗണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു സെർവറിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഇതേമാതിരി ഒരു ബ്ലാക്ക് സ്ക്രീനായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഏതാണ് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന്. അപ്പോൾ ഒന്നാമത്തെ ഒരു സൊല്യൂഷനാണ് അത് നേരെ ഇവിടെ കിടപ്പുണ്ട്. സ്ലാഷ് എന്ന ഡയറക്ടറിക്കുള്ളിൽ ഹോമിൻ്റെ ഉള്ളിൽ എന്നിട്ട് കാളിയുണ്ട്, കാളിയുടെ ഉള്ളിൽ കീച്ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇല്ല എന്നുണ്ടെങ്കിൽ PWD എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം. അപ്പം നോക്കുമ്പോഴേ മനസ്സിലാവും. സ്ലാഷ് ഡയറക്ടറിക്കുള്ളിൽ ഹോമിൻ്റെ ഉള്ളിൽ കാളിയുടെ ഉള്ളിൽ കീച്ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറി. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് ഏതാ? കമാൻഡാണ് ടച്ച് കമാൻഡ്. MKDIR നമ്മൾ ഡിസ്കസ് ചെയ്തു. RMCP-MV. ഓക്കെ, അടുത്ത് തന്നെ നമുക്ക് ടച്ച് കമാൻഡ് പഠിക്കാം. ടച്ച് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ടെക്സ്റ്റ് ഫയൽ ഒരു ഫയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടച്ച് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ TOUCH, ടച്ച് എന്താണ്? സ്റ്റോറി.
സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഞാൻ ഉണ്ടാക്കുകയാണ്. എല്ലാം അടിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്നിൻ്റെ കീ ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മറക്കല്ലേ, മൈനസ് എല്ലാം അടിച്ച് നോക്കുകയാണെങ്കിൽ അതെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹൈഫൺ ഉണ്ട്. ഈ ഹൈഫൻ്റെ അർത്ഥം എന്താ, ഇതൊരു ഫയലാണെന്നാണ്. ഇനി ഫയല് എഡിറ്റ് ചെയ്യണം. നമുക്ക് രണ്ട് തരത്തിൽ എഡിറ്റേഴ്സ് ഉണ്ട്. ഒന്നാണ്, രണ്ട് തരത്തിലുള്ള കുറച്ചധികം ടൈപ്പ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കാറുള്ളതും വിം എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നാനോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ്, അതേപോലെ തന്നെ ക്യാറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമല്ല ഒരു ഫയലിൻ്റെ ഉള്ളിലേക്ക് കണ്ടന്റ് ഇടാനും പറ്റും. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആണ്. പക്ഷെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള രണ്ടെണ്ണമാണ്, നാനോയും വിമ്മും. ഇത് രണ്ടിനും രണ്ട് ഫങ്ഷണാലിറ്റി ഉണ്ട്. തൽക്കാലം ഞാനിപ്പോൾ നാനോ കാണിച്ചു തരാം. നാനോ സ്റ്റോറി എന്ന് ടൈപ്പ് ചെയ്യുക. ഇതേപോലത്തെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി എൻ്റെ ചാറ്റ് GPT അവിടെ കളഞ്ഞു. Ctrl+Shift+V അടിച്ചു കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആവും. Ctrl+O, എൻ്റർ, Ctrl+X. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫയൽ അവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഒരു ഫയൽ ആക്സസ് ചെയ്യുന്നതിനുള്ള കമാൻഡ് എന്താണ്, ക്യാറ്റ് കമാൻഡ് ഉണ്ട്. ക്യാറ്റ് സ്റ്റോറി. ഓക്കെ, ക്യാറ്റ് സ്റ്റോറി അടിച്ചു കഴിയുമ്പോൾ ആ ഫയലിനുള്ള കണ്ടന്റ് ഇതേമാതിരിയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു കമാൻഡ് കാണിച്ചു തരാം. ലെസ് സ്റ്റോറി. ഓക്കെ, ലെസ് സ്റ്റോറി അടിക്കുമ്പോൾ ഇതേമാതിരിയായിരിക്കും കാണാം. ഇനി ഞാൻ ക്യൂ അടിക്കുകയാണെങ്കിൽ അത് പോകും. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാറ്റ് കമാൻഡ് ഡിസ്പ്ലേ ചെയ്യുക, അത് പിന്നെ ഇതിലെപ്പോഴും ഉണ്ടാവും. ഈ ഒരു നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ അതിങ്ങനെ വന്ന് കിടക്കും. ഇപ്പോൾ ലെസ് കമാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോൾഡർ ഓപ്പൺ ആക്കുന്ന മാതിരിയാണ്. അത് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ വന്നു. ഇനി എൻ്റർ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഇത് വായിക്കാൻ പറ്റും. ഇനി ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് പോയിക്കോളും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്യാറ്റും ലെസ്സിൻ്റെയും വ്യത്യാസം എന്തെന്നുള്ളത്. ഇനി ക്ലിയർ കൊടുക്കാം. ഇനി RM CP മൂവ്, ഈ മൂന്ന് കമാൻഡുകൾ നോക്കാനുണ്ട്. CP മൂവ്, RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ഫയലോ ഡയറക്ടറി വട്ടെവർ. പിന്നെ മൂവ് എന്ന് വെച്ചാൽ റീനെയിം ചെയ്യുന്നതിനുള്ള കമാൻഡാണ്. അത് തന്നെ RM കൊടുക്കാം. റിമൂവ് ചെയ്യണം, ഒരു ഡയറക്ടറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നുള്ള കമാൻഡ് എന്താണ്, CD 2 കുത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങും. CD 2 കുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങും. ഇപ്പം നമ്മൾ ഹോമിലുണ്ട്, നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി കാളിയല്ലേ, അപ്പോൾ കാളിക്കുള്ളിൽ കയറുക. LS അടിച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ലാർക്ക് M2 എന്ന് പറഞ്ഞ ഫയല് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനുള്ള കമാൻഡാണ് RM. LS അടിച്ച് നോക്കുമ്പോൾ ലാർക്ക് M2 എന്ന് പറഞ്ഞ ഫയൽ അവിടെ കാണില്ല. ഇനി ഒരു ഡയറക്ടറി ആണെങ്കിലോ, നമുക്ക് ഈ കീ ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറി, കീ ചെയിൻ വേണ്ട, കാളി ലിനക്സ് എന്ന് പറഞ്ഞ ഡയറക്ടറി നമുക്ക് കളയാം. അപ്പോൾ RM ഡയറക്ടറി ആകുമ്പോൾ -R കൂടി ചേർക്കണം, കാളി ലിനക്സ്. ഇനി അടിച്ച് നോക്കുമ്പോൾ കാളി ലിനക്സ് എന്ന് പറയുന്ന ഡയറക്ടറി അവിടെ ഉണ്ടാവില്ല. ഈ MKDIR പഠിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. MKDIR എന്തിനാണ്, ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. എനിക്ക് ആ പർട്ടിക്കുലർ ഡയറക്ടറി ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കീ ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറി ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ MKDIR എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു ഹിഡൻ ഫയൽ ഉണ്ടാക്കാം. അതിനെന്താ കൊടുക്കുക, അനൂപ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. കഴിഞ്ഞാൽ ഇതൊരു ഹിഡൻ ഫയലായിട്ട് മാറും. പിന്നെ LS അടിച്ച് നോക്കുമ്പോൾ ഇവിടെ കാണില്ല. പക്ഷേ LS -I അടിച്ച് നോക്കുകയാണെങ്കിൽ ഡോട്ട് അനൂപ് എന്ന് പറഞ്ഞ് കാണും. ഇവിടെ അനൂപ് എന്ന് പറഞ്ഞ ഓൾറെഡി വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഇതിലായിരുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇതാണ്, ഇത് ഹിഡൻ ആണ്. ഓക്കെ, ലെസ് RM SR
അനൂപ് ആർ ഡോട്ട് അനൂപ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഫയല് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം എന്നാണ്. ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ കീ ചെയിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്ന ഫയലുള്ളത്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഞാൻ CP എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുകയാണ്, കോപ്പി ചെയ്യാനുള്ള കമാൻഡ്. ഏത് കണ്ടന്റ് ആണോ കോപ്പി ചെയ്യേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കീ ചെയിൻ്റെ ഉള്ളിൽ സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ, സ്റ്റോറി. ഇതിനെയാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യണം? പിക്ചറിലേക്ക് മൂവ് ചെയ്യാം. PICTURE, പിക്ചർ. ഇത് കണ്ടത് പാത്താണ് കേട്ടോ. ഈ ചെയിൻ്റെ ഉള്ളിലെ സ്റ്റോറി പിക്ചർ, ഇത്രേ ഉള്ളൂ. പിക്ചർ എന്ന് വെച്ചാൽ ഈ പിക്ചർ, ഈ ഡയറക്ടറിക്കുള്ളിൽ തന്നെയുള്ള പിക്ചർ. എൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പബ്ലിക് എന്നോ ഡയറക്ടറിലേക്ക് കയറാം. അപ്പോൾ പിക്ചർ എന്ന് പറഞ്ഞ ഡയറക്ടറിലേക്ക് കയറാം. പിക്ചർ PI. സ്റ്റോറി എന്ന് പറയുന്ന നമ്മുടെ ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്ത് നോക്കാം. ഉണ്ടല്ലോ, ഓക്കെ അല്ലേ? ക്ലോസ് ആവുന്നത് പഠിച്ചു. മൂവ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മളിപ്പോൾ കോപ്പി പഠിച്ചു. ഇനി എന്താ ഉള്ളത്? RM പഠിച്ചു. ഒരു ഡയറക്ടറി ആണെങ്കിൽ RM-R. പിന്നെ മൂവ് പഠിച്ചില്ലേ? മൂവ് പഠിക്കണം, റീനെയിം ചെയ്യാൻ പഠിക്കണം. മൂവ്. ഓക്കെ, ഒരു ഫയൽ ഓർ ഡയറക്ടറി വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ മൂവ് കമാൻഡ്. മൂവ് നമുക്ക് ഈ സ്റ്റോറിയുടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോൾ ഈ സ്റ്റോറി എന്ന് പറഞ്ഞ ഫയലിൻ്റെ പേര് മാറ്റാം. അപ്പോൾ മൂവ് ഏത് കണ്ടന്റിൻ്റെയാണ് നമുക്ക് പേര് മാറ്റേണ്ടത്? സ്റ്റോറി എന്നുള്ള കണ്ടന്റ്, STO, സ്റ്റോറി. എന്ത് പേര് മാറ്റണം? പേരെന്താക്കി മാറ്റണം? ക്ലോക്ക് മാസ്റ്റർ എന്നാക്കാം. അടിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് മാറി ക്ലോക്ക് മാസ്റ്റർ എന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. MKDIR എന്താ കൊടുക്കുക? ലാപ്ടോപ്പ്. ഓക്കെ, PLS അടിച്ച് നോക്കുമ്പോൾ ഇവിടെ ലാപ്ടോപ്പ് എന്ന് വന്നിട്ടുണ്ട്. എനിക്കിനി ലാപ്ടോപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആക്കി മാറ്റണം. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ഫയൽ നമ്മുടെ അടുത്തുണ്ട്. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറി നമ്മുടെ അടുത്തുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പേര് മാറ്റാൻ പോവാണ്. ഹെഡ്സെറ്റ് എന്നാക്കി മാറ്റാൻ പോവാണ്. മൂവ് ലാപ്ടോപ്പ്, പേരെന്താണ്? ഹെഡ്സെറ്റ്. സെർച്ച് കഴിയുമ്പോൾ കിടക്കുന്നു, പേര് മാറിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഇത്രയും കമാൻഡുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് മാനുവൽ. ഇപ്പം നമ്മൾ LS പഠിച്ചു, മൂവ് പഠിച്ചു, അങ്ങനെ കുറേ കമാൻഡുകൾ നമ്മൾ പഠിച്ചു. MKDIR പഠിച്ചു. അപ്പോൾ ഇതിനൊക്കെ പറ്റിയുള്ള ബേസിക് ഐഡിയ ആണ് ഞാൻ തന്നത്. ഇതിന് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ MKDIR എന്ന് പറഞ്ഞ കമാൻഡ് ഡയറക്ടറി ഉണ്ടാക്കുന്നതിനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് നിനക്ക് ഒരു 10 ഡയറക്ടറി ഉണ്ടാക്കണം ഒറ്റയടിക്ക്. അതായത് ഒരു ഡയറക്ടറിക്കുള്ളിൽ ഒരു ഡയറക്ടറി, അതിനുള്ളിൽ വേറെ ഡയറക്ടറി, അങ്ങനെ ഒരു 10 ഡയറക്ടറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമാൻഡ് നെയിം MKDIR ആണെങ്കിൽ ആ കമാൻഡ് അടിക്കുക. അപ്പോൾ അതിൻ്റെ മാനുവൽ വരും. MKDIR എന്ന് പറഞ്ഞ കമാൻഡ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള മാനുവലാണത്. ഇത് നോക്കി നമുക്ക് ചെയ്യാം. അടിച്ചു കഴിഞ്ഞാൽ അത് പോകട്ടെ. ഇനി അടുത്തതാണ് എന്തിട്ടാണ് LS അടിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ LS എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാനുവൽ ഇവിടെ വരും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെഡ് ആൻഡ് ടെയിൽ കമാൻഡിനെ പറ്റിയാണ്. നമുക്കിവിടെ ക്ലോക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്. ഈ ക്ലോക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ ഫയലിൻ്റെ ആദ്യത്തെ 10 ലൈൻസ് മാത്രം കാണണമെന്നുണ്ടെങ്കിലുള്ള കമാൻഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 ലൈൻസ് മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ. ഇനി അവസാനത്തെ 10 ലൈൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ ടെയിൽ കമാൻഡ് നമ്മൾ ഉപയോഗിക്കണം. ടെയിൽ -n 10 ക്ലോക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവസാനത്തെ 10 ലൈൻസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ലോഗ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയില്ല, നമ്മളിത് താനേ പഠിച്ചോളൂ. ഈ ബേസിക് കമാൻഡുകളെല്ലാം നമ്മൾ താനേ പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി എന്നാൽ.